ഹലോ, ഞാൻ അമാന. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഞെട്ടിക്കുന്ന കാര്യമായിരിക്കും. എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടും. ആ ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണം. എല്ലാവർക്കും അറിയാമല്ലോ ഇല്ലുമിനാറ്റി എന്നതിൻ്റെ കാര്യം. അതെ, ഇല്ലുമിനാറ്റി എന്നത് സത്യമാണ്. ഇല്ലുമിനാറ്റി എന്നതിനകത്ത് പല ആർക്കിടെക്ചറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു സംഭവമാണ്. അപ്പം ആ സംഭവത്തിൽ ഇത് എല്ലാവരും ഒരു സീക്രട്ട് മിഷനായിട്ടാണ് ഈ ഒരു ഇല്ലുമിനാറ്റിയെ വെച്ചിരുന്നത്. അതായത് ആരും അറിയാതിരിക്കാൻ. പക്ഷേ അതിൻ്റെ വ്യക്തത ഇതുവരെ ആർക്കും വന്നിട്ടില്ല. പക്ഷേ അതിന് ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും നടുക്ക്. അപ്പോൾ ഒരു കണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ദജ്ജാലിൻ്റെ കണ്ണായിരിക്കുമോ എന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഇംഗ്ലണ്ട്, അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഞാനിവിടെ അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത്. അമേരിക്കയിലെ ഡോളറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന പൈസയല്ല അവരുടെ പൈസ. അവർക്ക് വേറെ പൈസയാണ്. പക്ഷെ അവരുടെ ആ പൈസയ്ക്കകത്ത് ഈ ഇല്ലുമിനാറ്റിയുടെ ചിത്രം അതിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്, ഒരു കണ്ണും. എന്നിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. അത് വേറെ ഭാഷയാണ്, ഇംഗ്ലീഷുമല്ല, വേറെ ഏതൊക്കെയോ ഭാഷ, നമുക്ക് വായിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ എഴുതിയിട്ടുള്ളത് അവർ ഗോഡ് എന്നാണ്. എന്ന് ചോദിച്ചാൽ അവരുടെ ദൈവം എന്നതാണ് അതിൻ്റെ അർത്ഥം. അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ വിളിക്കുന്നത് ദജ്ജാലിനെയാണെന്നാണ്. നമുക്കറിയാം ചിലവരൊക്കെ ഈ പോസ്റ്റിനൊക്കെ വേണ്ടി ഒരു കണ്ണൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ, അത് അതിൻ്റേതായിട്ടുള്ള രീതി, അതൊരു സ്റ്റൈലാണ്. പക്ഷേ ചിലവർ അതിനെ വിളിക്കും, അവരുടെ ആഗ്രഹം നടത്താൻ വേണ്ടി അതിനെ വിളിക്കാറുണ്ട്. അത് പിശാചിനെ വിളിക്കുന്നത് പോലെയാണ്. ചിലവർ ഇവിടേക്ക് ഇങ്ങനെ കണ്ണൊക്കെ വരച്ച് വെച്ചിട്ട് അവരെ പോലെ, ദജ്ജാലിനെ പോലെ ആക്ട് ചെയ്യും, അതുപോലെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ഈ അമേരിക്ക, പുറത്തോട്ടുള്ള രാജ്യത്തോട്ടുള്ളവർ. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ട്രംപ് എന്ന് ചോദിച്ചാൽ ദജ്ജാലിനെ വിളിക്കുന്ന ഒരാളായിട്ടാണ്. കാരണം ട്രംപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ തന്നെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? അയാൾ ഗൾഫ് തകർക്കുകയാണ്. അയാൾ അയാളുടെ ആളുകളോട് പറഞ്ഞ് ഇപ്പോൾ ഗൾഫുകൾ മൊത്തത്തിൽ തകർത്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗൾഫ് തകർക്കണം എന്നതാണ് അയാളുടെ ഉദ്ദേശം. നമ്മൾ അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ ഇവിടെയും വന്ന് ബോംബിടും. പണ്ടൊക്കെ അയാൾ സൈലൻ്റ് ആയിട്ടായിരുന്നു നിന്നത്. സൈലൻ്റ് കില്ലർ എന്ന് പറയില്ലേ? പതുക്കെ ആളുകളുടെ ജീവൻ എടുക്കും. ആദ്യമൊക്കെ ഇയാൾ നിഷ്കളങ്കനായിട്ടൊക്കെ നിന്നു, പിന്നെ പതുക്കെ കളിയൊക്കെ കളിച്ചു തുടങ്ങി. അയാൾ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ദജ്ജാലിൻ്റെ ആളാണ് എന്നതാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ സത്യമായിട്ട് എടുക്കണം. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെയും അയാൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറോണ വൈറസ് ആയിരുന്ന സമയത്ത് വാക്സിൻ്റെ കാര്യം പറയുന്ന സമയത്തായിരുന്നു. അതിന് വാക്സിൻ എടുത്ത് കുടിച്ചാൽ പോരെ എന്ന്. അത് ഒരാൾ ചിലപ്പോൾ അയാൾ തമാശയ്ക്ക് പറഞ്ഞായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അത് അയാൾ തമാശയ്ക്ക് പറഞ്ഞിരുന്നതായിരുന്നില്ല. ഒരാൾ റിയലായിട്ട് അതെടുത്ത് കുടിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ട്രംപ് എന്ന് പറയുന്നത് ദജ്ജാലിൻ്റെ ആളാണ്. അപ്പം ദജ്ജാലിനെ അയാൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം അയാൾ വെളിപ്പെടുത്തില്ല. ഇതെല്ലാം സീക്രറ്റാണ്. അയാൾ പുറത്ത് കളിച്ചും ചിരിച്ചൊക്കെ നടക്കും, പക്ഷെ അയാളുടെ ഉള്ളിൽ വേറെയാണ്. ഈ കാര്യം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. പാർട്ട് 2 വരാം ഇനി ഞാൻ.